ലോക ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കലം, ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ്, അങ്ങനെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള താരമാണ് 29-കാരിയായ വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്രത്തിലെത്തി നിൽക്കുമ്പോഴാണ് മെഡലിനരികെ വെച്ച് വിനേഷ് ഫോഗട്ട് അയോഗ്യയായിരിക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിലാണ് വിനേഷിന് അനുവദിച്ചിട്ടുള്ള ഭാരത്തേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയത്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ 50 കിലോഗ്രാം വിഭാഗത്തിന്റെ ഫൈനൽ ഇന്ന് രാത്രിയാണ് നടക്കുക. അമേരിക്കക്കാരിയായ സാറ ഹിൽബ്രാൻഡുമായിട്ടായിരുന്നു ഏറ്റുമുട്ടാനിരുന്നത്. ഇന്നലത്തെ മത്സരം കഴിഞ്ഞ് ശരീരഭാരം കൂടുതലാണെന്ന് കണ്ടെത്തിയതോടെ അത് കുറയ്ക്കാനുള്ള തീവ്ര പരിശ്രമത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനുവേണ്ടിയിട്ട് പതിവ് ഭക്ഷണശൈലി ഉപേക്ഷിച്ചു, സൈക്ലിംഗ് ഉൾപ്പെടെയുള്ള വ്യായാമ മുറകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഫൈനലിന് 14 മണിക്കൂർ മുൻപ്, അതായത് ഫ്രഞ്ച് സമയം രാവിലെ 7:30 ഭാരപരിശോധനയ്ക്കുള്ള സമയപരിധി. ഈ സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപാണ് വിനേഷ് ഫോഗട്ട് ഭാരം പരിശോധിക്കാൻ വേണ്ടി എത്തിയത്. അപ്പോൾ ഭാരം പരിശോധിക്കുമ്പോൾ വെയിങ് മെഷീനിൽ 50 കിലോയും 100 ഗ്രാമും. ഇന്ത്യൻ സംഘം എതിർവാദം ഉന്നയിച്ചെങ്കിലും ഒളിമ്പിക്സ് അധികൃതർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. 33-ാം ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടമായിരുന്നു ഇന്നലെ ഗോദയിൽ വിനേഷ് ഫോഗട്ട് നടത്തിയത്. ഇന്ത്യയുടെ അഭിമാന പോരാട്ടം എന്നതിനെ ഭാരത സ്ത്രീകളുടെ അഭിമാന പോരാട്ടം എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റും BJP MPയുമായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ലൈംഗിക ആരോപണത്തെ തുടർന്നുണ്ടായിരുന്ന സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയായിരുന്നു വിനേഷ് ഫോഗട്ട്. രാഷ്ട്രീയമായി സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വ്യക്തിഹത്യയ്ക്ക് പാത്രമാകേണ്ടി വന്ന അതേ വിനേഷ് ഫോഗട്ട് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സ് വനിതാ ഗുസ്തിയിൽ നിലവിലെ ചാമ്പ്യനായ ജപ്പാന്റെ യുയി സുസാക്കിയെ മലർത്തിയടിച്ചത്. വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കൊക്കെയുള്ള മറുപടിയായിരുന്നു ഇന്നലെ പാരീസിൽ കണ്ടത്. പക്ഷേ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് വിനേഷ് ഫോഗട്ട് അയോഗ്യയായിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുണ്ട്. വിനേഷ്, നിങ്ങൾ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ്. ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ്. ഇന്നത്തെ തിരിച്ചടി വേദനിപ്പിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന നിരാശ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം നിങ്ങൾ പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം. വെല്ലുവിളികളെ തലയുയർത്തി നേരിടുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. ശക്തമായി തിരിച്ചു വരൂ. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു. മോദി ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്തുണയായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: വിനേഷ് ഫോഗട്ടിന്റെ മികച്ച കായിക കരിയറാണുള്ളത്. ലോക ചാമ്പ്യനെ വരെ മലർത്തിയടിച്ച് തിളങ്ങി നിൽക്കുകയാണവർ. തിളക്കമേറിയ കരിയറിൽ ഇത് വെറും ഒരു നിർഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. അതിനാൽ തന്നെ വിജയിയായി ശക്തമായി വിനേഷ് ഫോഗട്ട് തിരിച്ചു വരും. എല്ലാ പിന്തുണയും വിനേഷിന് എപ്പോഴും ഉണ്ടെന്നാണ് അമിത് ഷാ പറഞ്ഞത്. വിനേഷ് ഫോഗട്ടിന്റെ വിഷയത്തിൽ സാധ്യമായ എല്ലാ വഴികളും നോക്കണമെന്ന് PT ഉഷയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുമുണ്ട്.